ടൈലിന്റെ ജോയിന്റ് ഫില്ലർ ആയിട്ട് സിമെന്റ് ഗ്രൗട്ടിംഗ് ആണോ എപ്പോക്സി ഗ്രൗട്ടിംഗ് ആണോ നല്ലത്? സോ സിമ്പിൾ ആയിട്ട് നമുക്കൊരു കമ്പാരിസൺ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സിമെന്റ് ഗ്രൗട്ടിംഗ് എന്ന് പറയുന്നത് സിമെന്റിന്റെയും വാട്ടറിന്റെയും ഒരു മിക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ക്രാക്ക് വരാനും ഡസ്റ്റും ഡേർട്ടും മൂലമുള്ള സ്റ്റെയിൻ വരാനുമുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇനി എപ്പോക്സി ഗ്രൗട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാർഡ്നർ, റെസിൻ അതുപോലെ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വാട്ടർ റെസിസ്റ്റന്റും ക്രാക്ക് റെസിസ്റ്റന്റും അതുപോലെ സ്റ്റെയിൻ ഫ്രീയുമാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി എപ്പോക്സി ഗ്രൗട്ടിങ്ങിനായിരിക്കും കൂടുതൽ. ബാത്റൂം, കിച്ചൺ എന്നിങ്ങനെയുള്ള പ്ലേസസിൽ വാട്ടറിന്റെ പ്രസൻസ് കൂടുതലായതുകൊണ്ട് തന്നെ എപ്പോക്സി ഗ്രൗട്ടിംഗ് യൂസ് ചെയ്യുകയായിരിക്കും ബെറ്റർ. ഇനി കളർ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ സിമെന്റ് ഗ്രൗട്ടിന്റെ കളർ ഓപ്ഷൻ വളരെ ലിമിറ്റഡ് ആണ്. ബട്ട് എപ്പോക്സി ഗ്രൗട്ടിന് ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ടൈൽ ജോയിന്റ്സിനെ ആസ്തെറ്റിക്കലി കുറച്ചുകൂടെ ഭംഗിയാക്കാൻ എപ്പോക്സി ഗ്രൗട്ടിന് സാധിക്കും. എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ സിമെന്റ് ഗ്രൗട്ടിംഗ് വളരെ ചീപ്പും അതുപോലെ സ്കിൽഡ് ലേബേഴ്സിന്റെ ആവശ്യകതയും വരുന്നില്ല. ബട്ട് എപ്പോക്സി ഗ്രൗട്ടിംഗ് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവും അതുപോലെ നല്ല സ്കിൽഡ് ലേബേഴ്സിന്റെ ആവശ്യം വരുന്ന ഒന്നാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നും ഇനി വീട് പണിയാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുമെന്നും കമന്റ് ചെയ്യുക. സോ ലെറ്റ്സ് ബിൽഡ് ഇറ്റ് ബെറ്റർ. താങ്ക് യു.